Dear students, your improvement examination is fast approaching. So I have the modules that I prepared for the last examination. So I think I can share it with you. It will be helpful to you. Today we will discuss the chapter states of matter, intermolecular forces. These are the first topic in the chapter states of matter, intermolecular forces. Dispersion forces or London forces, dipole forces, dipole induced dipole, ion dipole interactions. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഡിസ്പെർഷൻ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഒരു വിധത്തിലും ചാർജ് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ്. എന്ന് പറഞ്ഞാൽ നോൺ പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് dispersion forces or the London forces in order. Attraction between two helium molecules. Other dispersion forces are dipole forces. We know the attraction between two HCl molecules. HCl or dipole. The dipole force an example. H2O, dipole force. Dipole induced dipole. ഒരു ഡൈപോളിന്റെ പ്രസൻസിൽ ഉണ്ടാവുന്ന മറ്റൊരു ഡൈപോൾ. HCl ഒരു ഡൈപോളാണ്. H2 ഒരു ഡൈപോൾ അല്ല. അപ്പൊ HClന്റെ അടുത്ത് H2 വന്നാൽ എന്ത് സംഭവിക്കും? HClലെ നെഗറ്റീവ് ചാർജ്, Clലെ നെഗറ്റീവ് ചാർജ് ഹൈഡ്രജനെ എന്ത് ചെയ്യും? ഹൈഡ്രജനിലെ നെഗറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യും. അപ്പൊ ആ ഹൈഡ്രജന് ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ ഈ ഡൈപോളിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? നോൺ പോളാർ മോളിക്യൂൾ ഒരു ഡൈപോളായി മാറുന്നു. ഇൻഡ്യൂസ്ഡ് ഡൈപോളാണ്. അപ്പോൾ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, അയൺ ഡൈപോൾ ഇന്ററാക്ഷൻസ്. ഒരയണും ഒരു പോസിറ്റീവ് ആണോ ഒരു നെഗറ്റീവ് ആയണോ ഒരു ഡൈപോളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള പല ഇന്റർമോളിക്കുലർ ഫോഴ്സസിനെ പറ്റിയാണ് ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ബോയ്ൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ഹൈപ്പോത്തിസിസ്, ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, Dalton's law of partial pressure, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, kinetic molecular theory of gases, ideal behavior, deviation from ideal behavior, that is non-ideal behavior, real gases and ideal gases, compressibility factor, boil temperature, critical pressure, critical volume, Andrews experiment, liquid state, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു എളുപ്പം കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ വേഗത്തിൽ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിപ്പോവാം. Which property of liquid is associated with the fire polishing of glass? Fire polishing of glass എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒക്കെ മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഭാഗം എഡ്ജസ് ഭയങ്കര കൂർത്തത് ഷാർപ്പായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുക, അതിനെ തീയിൽ കാണിക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് തീയിൽ കാണിക്കുമ്പം ഗ്ലാസിൻ്റെ ആ ഭാഗം ഉരുകുമ്പോൾ അതിന് ലിക്വിഡാണല്ലോ, ലിക്വിഡിന് എന്തുണ്ട്? സർഫസ് ടെൻഷൻ ഉണ്ട്. സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ട് അതിങ്ങനെ നല്ല ഉരുണ്ട ഒരു ഷേപ്പായിട്ട് വരും. അതാണ് ഫയർ പോളിഷിങ്. സോ ആൻസർ സർഫസ് ടെൻഷൻ. See the next question. Real gases do not obey ideal gas equation under all conditions. Explain. Because of the two wrong assumptions in kinetic molecular theory of gases. അതൊക്കെയാണ് two wrong assumptions. The actual volume of the molecule is negligible compared to the volume of the gas, total volume of the gas. The second postulate, there is no force of attraction between the gas particles. The gas molecules തമ്മിൽ ഒരു അട്രാക്ഷൻ ഇല്ല എന്ന് പറയുന്നതും തെറ്റായ ഒരു പോസ്റ്റുലേറ്റ് ആണ്. ഈ രണ്ട് റോങ് അസംഷൻ കൊണ്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്തത്. Go to the next question.
State Dalton's law of partial pressures. Dalton's law of partial pressures states that when a mixture of non-reacting gases are taken in a vessel, the total pressure of the gases is equal to sum of the partial pressures of the gases taken in the vessel. That is, total pressure P is equal to P1 plus P2 plus P3 plus etc. P1, P2, P3 etc. are partial vapor pressures. Now, the problem is calculate the total pressure exerted by a mixture of 8 gram of O2 and 4 gram of H2 enclosed in a vessel of 1 dm cube at 27 degrees Celsius. R is equal to 0.083 bar dm cube per Kelvin per mole. Dm cube means liter. So here P total pressure is equal to P1 plus P2. 8 gram oxygen. So number of moles. We have the equation P1 is equal to mole fraction x1 P1 mole fraction into total pressure x1 P. അപ്പോൾ x1 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ഹൈഡ്രജൻ്റെയും മോൾ ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Okay, these are the answers. This law states that the constant temperature, the total pressure exerted by a mixture of non-reacting gas is equal to the sum of the partial pressures of the component gases. Solution of the problem, calculating number of moles, 0.25. Number of moles of hydrogen, 2 moles. Volume of the gas, 1 dm cube. Temperature, 300 Kelvin. R, 0.083 bar dm cube. Total pressure, NO2 plus NH2 divided into RT by V. Total pressure, PV is equal to nRT. So P, total pressure, can be calculated in this way. That is equal to 0.25 plus 2 into 0.083 into 300 by 1. Answer is 56.025 bar. Okay, we can go to the next question. The lowest hypothetical temperature at which gases are supposed to occupy zero volume is called dash. All of you know it. Absolute temperature or absolute zero temperature. At the 0 Kelvin, the volume will be 0. Next question. Give the relation between molar mass of a gas M and its density D. How are the densities of O2 and CH4 related? They are kept at the same temperature and pressure. Molar mass and density, we know the relation between D is equal to Pm by RT. We have the equation, isn't it? Pm by RT. D is equal to Pm by RT, or molecular mass M is equal to dRT by P. Molar mass of O2 32 and that of CH4 16. So densities are in this ratio. So since molecular mass of oxygen is more, its density will be more. Oxygen 2 times denser than CH4. We can prove it. MO2 by MCH4 is equal to DO2 by DCH4. 32 by 16 is equal to DO2 by DCH4, or 2 is equal to DO2 by DCH4, or DO2 is equal to 2 DCH4, 2 times density of methane. Why do real gases deviate from ideal behavior? Repetition of the question. Due to, already we discussed, to wrong assumptions or postulates in kinetic molecular theory of gases. Know it. Write the conditions under which gases deviate from ideality.
low temperature, and at a high pressure. These are the conditions. Next one, define boil point. Answer of B, at a high temperature and low temperature. Boil point, temperature at which the real gas obey ideal gas equation or an appreciable range of pressure is called boil temperature or boil point. A boil temperature, a particular temperature matram real gases or ideal behavior kaanikkam. Pressure range. Next question. The critical temperatures of some gases are given in the following table. Critical temperatures. Critical temperature. The temperature above which it is not possible to liquefy a gas by applying pressure. Critical temperature ആണെങ്കിൽ നമുക്ക് ഒരു ഗ്യാസിനെ പ്രഷർ അപ്ലൈ ചെയ്ത് ലിക്വിഡ് ആക്കാൻ പറ്റും. അതിൽ കൂടുതലാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ഗ്യാസിനെ പ്രഷർ അപ്ലൈ ചെയ്ത് ലിക്വിഡ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളോട് ഈ ടേബിൾ ഒന്ന് നോക്കാനാണ്. ഹൈഡ്രജന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 33.2, helium 5.3, oxygen 154.3, nitrogen 126. Now what is the question? If the samples of the above given gases are cooled from 298 Kelvin, which one will liquefy first by applying pressure? ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ളത്? നമുക്ക് ഓക്സിജൻ. അപ്പോൾ 154.3 Kelvin temperature ആണെങ്കിൽ pressure apply ചെയ്ത് oxygen liquefy ചെയ്യും. So answer is oxygen. Derive an equation relating molar mass of an ideal gas with its density. Repetition of the question. What do you mention? D is equal to Pm by RT. PV is equal to nRT. It is derived from PV is equal to nRT, ideal gas equation. But N is equal to W by M. PV is equal to WRT by M. P is equal to WRT by MV. W by V is density. So W by V can be written as D. P is equal to DRT by M. Or PM by RT is equal to D. Or molecular mass M is equal to DRT by V. Calculate the total pressure in a mixture of 3.5 gram of dinitrogen and 16 gram of dioxygen confined in a vessel of 2 dm cube at 27 degrees Celsius. R is equal to 0.083 bar dm cube per Kelvin per mole. This question നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതാണ്. ഇതേ question. Here we have to find out number of moles of nitrogen and number of moles of oxygen. 0.125 mole number of moles of nitrogen, number of moles of oxygen 0.5 mole, volume of the gas 2 dm cube. PV is equal to nRT, N1 plus N2 RT. 300 Kelvin, R 0.083, P total is equal to NN2 plus NO2 RT by V. Substitute the values. 7.78 bar. Examine the following graph and name the gas law corresponding to it. Here pressure is plotted against temperature. Pressure and temperature are directly proportional at constant volume. That law is known as Gay-Lussac's law. To constant volume for a given mass of gas, pressure varies directly with the temperature. Gay-Lussac's law. Define normal boiling point of a liquid. Give a reason for the use of pressure cooker to cook food at high altitudes. The boiling point at 1 atmosphere pressure is called normal boiling point. At a high altitudes, the atmospheric pressure is low, so liquid boils at lower temperature than at sea level, and hence a pressure cooker is used for cooking food. Otherwise, what will happen? The liquid will boil at a low temperature, therefore proper cooking will not take place.
ഹൈറ്റ് കൂടുന്നതനുസരിച്ച് അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുമ്പം ലോ ടെമ്പറേച്ചർ ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കുക്കിംഗ് പ്രോപ്പർ ആവില്ല. Write the postulates of kinetic molecular theory of gases. Important postulates നിങ്ങൾക്കറിയാം. Every gas contains large number of minute and elastic particles, atoms or molecules. The actual volume of the particle is negligible compared to the total volume of the gas. Write the postulates എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ ഒരു 3-4 postulates എഴുതിയാൽ മതിയായിരിക്കും. There is no force of attraction between the gas particles. The particles of a gas are in constant and random motion in straight line. During this motion, they collide with each other and also with the walls of the container. The pressure of the gas is due to the wall collisions of the particles. All collisions are perfectly elastic. The total energy of particle before and after collision remains the same. That is the meaning elastic collision. The average kinetic energy of gas molecule is directly proportional to absolute temperature. Next question, you can see a graph. Identify the law represented by the graph. Pressure against volume. Temperature is constant. So, Boyle's law. State the law. At a constant temperature for a given mass of gas, volume of the gas inversely proportional to pressure. That is statement of the law. Write down the ideal gas equation and explain the terms. PV is equal to nRT. P pressure, V volume, N number of moles, R gas constant, T temperature in Kelvin. അത്രയും സിമ്പിളായ ഒന്ന് ആൻസർ ഞാൻ എഴുതിയിട്ടില്ല. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. Give reasons for the following. The glass window panels of old buildings are thicker at the bottom than at the top. Old buildings in the windows in the glass pans നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കട്ടി കൂടി ഇരിക്കും. എന്താ കാരണം? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. Glass can be considered as super cooled liquid. അതിനെ ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡ് ആയിട്ട് കാണാം നമുക്ക്. അപ്പോൾ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആർ വിസ്കസ് ഹൈലി വിസ്കസ് ലിക്വിഡ് ആണ് അത് ഈ ഗ്ലാസ് എന്ന് പറയും. അപ്പോൾ അത് വളരെ സാവകാശം താഴേക്ക് ഒഴുകും. അതുകൊണ്ട് താഴെ കട്ടി കൂടുതലായിരിക്കും. ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ് ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഒരിക്കലും. ഇതെന്താണ് അപ്പോൾ? സർഫസ് ടെൻഷൻ. ഇത് വിസ്കോസിറ്റി. Glass is a very viscous liquid, so it has tendency to flow very slowly. Hence, the window panels thicker at the bottom than at the top. Glass melts and the surface of the liquid tends to take the spherical shape at the edges due to surface tension. Maxwell and Boltzmann have shown that actual distribution of molecular speeds depends on temperature and molecular mass. What do you mean by most probable velocity? Most probable velocity നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ്. ആ ഗ്രാഫിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് പ്ലോട്ടഡ് അഗൻസ്റ്റ് പ്രോഗ്രസ് ഓഫ് ദ റിയാക്ഷൻ ആണ്. അതിൽ പിന്നെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് പ്ലോട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ എവിടെയാണോ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്നത് അതാണ് അത് മോസ്റ്റ് പ്രോബബിൾ velocity എന്ന് പറയുന്നത്. Okay, we can see it is the velocity possessed by maximum number of gas molecules. That is most probable velocity. The same temperature which will move faster, N2 or Cl2. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മോളിക്കുലർ മാസ് കമ്പയർ ചെയ്യാം. നൈട്രജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 14 പ്ലസ് 14 അപ്പോൾ എത്രയായി? 28. ക്ലോറിൻ്റേത് എത്രയാണ്? ക്ലോറിൻ 35.5.
2 chlorine ആകുമ്പോൾ 71. അപ്പോൾ വെയിറ്റ് കൂടുതൽ ആർക്കാണ് ക്ലോറിൻ. സോ വിച്ച് വിൽ മൂവ് ഫാസ്റ്റർ? N2. Ideal gas equation is true for ideal gas only. There is a modified form of ideal gas equation applicable to all gases. Is the name of the modified form of ideal gas equation and write down it. അതിന്റെ പേരെന്താ? Modified form of ideal gas equation. Ideal gas equation നമുക്ക് പിന്നെ molecular attraction പരിഗണിക്കാത്തതുകൊണ്ട് പ്രഷറിൽ ഒരു കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ നെഗ്ലിജിബിൾ ആണ്, വോളിയം നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞതുകൊണ്ട് വോളിയത്തിന് ഒരു കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഇത് രണ്ടും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മോഡിഫൈഡ് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനാണ് നമ്മൾ പറയാം വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. P plus n square by a into P plus n square by n square into a by v square into v minus nb is equal to nRT. എയും ബിയും വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻസ്. Name the phenomenon behind the cleansing action of soap. സോപ്പിന്റെ ക്ലെൻസിങ് ആക്ഷന് പുറകിലുള്ള സർഫസ് ടെൻഷൻ ആണ്. സോപ്പ് സർഫസ് ടെൻഷൻ കുറച്ചിട്ടാണ് ക്ലീനിങ് നടത്തുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ ആണ്. വാട്ട് ഡു യു നോ അബൌട്ട് ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ? ഓൾറെഡി നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടതാണ്, അതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. Particles of soil at the bottom of a river remain separated, but they stick together when taken out. The property behind this surface tension already പറഞ്ഞിട്ടുള്ളതാണ്. Critical temperatures of ammonia and CO2 are 405.5 Kelvin, 304 Kelvin respectively. On cooling these gases from 500 Kelvin, which gas will liquefy first? ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. ഏത് ഗ്യാസ് ആയിരിക്കും? അമോണിയ. അതിൽ സംശയമൊന്നുമില്ല. അതാണ് 405.5. Van der Waals forces are attractive intermolecular forces. Write the names of any two types of van der Waals forces. Lambda force or dispersion force, dipole force. എല്ലാം van der Waals ഫോഴ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിന് നിങ്ങൾ വായിച്ചു പഠിക്കുക. വളരെ എളുപ്പത്തിൽ ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും.